അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മൂലം, പൂരാടം, ഉത്രാടം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം 27-ാം തീയതി ശനിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതിൽ വെച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ 8 നക്ഷത്രക്കാരിലും ഈ ഡിസംബർ 27-ാം തീയതി സംഭവിക്കുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തതും തീർത്തും പ്രതീക്ഷിക്കാത്തവയുമായിരിക്കും. എന്നാൽ പല വ്യക്തികൾക്കും ഇപ്പോൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ചില കാര്യങ്ങളിലൂടെ ഒട്ടനവധി പ്രതിസന്ധികളെയാണ് ഓരോ ദിവസവും ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വരുന്നത്. മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ ജീവിതത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കുവാൻ പോലും കഴിയാതെ നിങ്ങൾക്ക് പകച്ചു നിൽക്കേണ്ടി വരുന്നുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾക്ക് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല അവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഉണ്ടാകും. അപ്പോൾ ഈ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച ഒട്ടനവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ കാരണമാകുന്നത് നിങ്ങളിൽ ഈ ദിവസം സൃഷ്ടിക്കപ്പെടുന്ന ഹംസമഹാപുരുഷ രാജയോഗമാണ്. ഈ ഒരു രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ പോകുന്ന മാറ്റങ്ങൾ ഓരോന്നോരോന്നായി ഫലത്തിൽ കൃത്യമായി കാണുവാൻ കഴിയുന്നുണ്ട്. അപ്രകാരം നോക്കുമ്പോൾ ഈ ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച ഹംസമഹാപുരുഷ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച അതിവിശേഷകരമായ ഹംസമഹാപുരുഷ രാജയോഗം സിദ്ധിക്കുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗം വ്യക്തികൾക്കും ജീവിതത്തിൽ മനസ്സിന് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കാൾ അധികമായി ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. കാരണം അത്രയേറെ ഭാഗ്യക്കേടുകളും പ്രതിസന്ധികളും മാനസിക സംഘർഷങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന തരത്തിലാണ് കുംഭം രാശിയിൽ പിറന്ന ചില വ്യക്തികൾ ഓരോ ദിവസവും ജീവിതത്തെ തള്ളി നീക്കുന്നത്. എന്നാൽ ഈ ഹംസമഹാപുരുഷ രാജയോഗത്തിൻ്റെ സ്വാധീനം അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന നക്ഷത്രക്കാരിൽ വരുത്തുവാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതല്ല. അതായത് ഇപ്പോൾ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള സമാധാനവുമില്ലാതെ കടബാധ്യതകൾ കൊണ്ടും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും വളരെയധികം മനസ്സ് തകർന്ന അവസ്ഥയിലിരുന്ന് ഈ അധ്യായം കാണുന്ന കുംഭം രാശിക്കാർക്ക് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായ പല അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ഹംസമഹാപുരുഷ രാജയോഗം കൊണ്ട് കുംഭം രാശിക്കാർക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളായിരിക്കും. എന്നാൽ ഈ ഒരു ഭാഗ്യസമയം നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നു എന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ സമയത്ത് പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോഴുള്ള കടബാധ്യതകളെപ്പറ്റി ചിന്തിച്ചാൽ അതിനൊക്കെ ഒരു പരിഹാരം കാണുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പോലും കഴിയില്ല എന്നതാണ് സത്യം. കാരണം പലരും നേരിടുന്ന കടബാധ്യത അത്ര വലുതാണ്. മാത്രമല്ല, എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ കടബാധ്യതകൾക്ക് ഒരു പരിഹാരം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ജീവിത പുരോഗതിയിലേക്കോ വരുമാന മാർഗത്തിലേക്കോ നിങ്ങൾ എത്തിയിട്ടുമില്ല. എന്നാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യം എന്തു തന്നെയായിരുന്നാലും അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വലിയ ഒരു ജീവിത പുരോഗതിയിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗം ഈ ഒരു സമയത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ
ഈ രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്ന ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച കുംഭം രാശിക്കാർക്ക് നിങ്ങൾ ഒരിക്കലും ലഭിക്കുമെന്ന് വിചാരിക്കാത്ത തരത്തിലുള്ള ചില ധനനേട്ടങ്ങൾ അനുഭവത്തിൽ വരും. ഒപ്പം തന്നെ ഈ ഒരു ദിവസം അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്ക് നിങ്ങൾ വളരെ ദിവസങ്ങളായി കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവായ അനുഭവവും പ്രതീക്ഷിക്കാം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വാഹന വിൽപ്പന, വീടിൻ്റെ വിൽപ്പന, വസ്തു വിൽപ്പന എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടും അതിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും നേരിട്ട് വന്നിരുന്ന കുംഭം രാശിക്കാർക്ക് ഇത് ഭാഗ്യസമയമാണ്. ഇനി അതുപോലെ തന്നെ ഈ ഹംസ മഹാപുരുഷ രാജയോഗം കൊണ്ട് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ ഡിസംബർ 27-ാം തീയതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വളരെ നാളുകളായി വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്ന ചില വസ്തുക്കൾ സ്വന്തമാക്കുവാനും ഒപ്പം തന്നെ കുടുംബത്തിലുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഭാഗ്യമാണ് നിങ്ങളിൽ കാണുന്നത്. ഒപ്പം തന്നെ കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും എല്ലാം തന്നെ കുംഭം രാശിക്കാർക്ക് വളരെയധികം സന്തോഷത്തിൻ്റെ അനുഭവങ്ങളായിരിക്കും ഈ ഹംസ മഹാപുരുഷ രാജയോഗത്താൽ ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കാണുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരിൽ ഏതൊക്കെയോ വ്യക്തികളിൽ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്നത് വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ്. അതായത് നിങ്ങൾക്കിടയിൽ ഒരു സമാധാനം നിറഞ്ഞ അന്തരീക്ഷവും ഉണ്ടായിട്ട് തന്നെ നാളുകളായി. അതായത് എപ്പോഴും പരസ്പരം കലഹവും സ്നേഹമില്ലാത്ത സാഹചര്യങ്ങളും മാത്രമാണ് അനുഭവത്തിൽ വരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ ഈ ഹംസ മഹാപുരുഷ രാജയോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിലെ എന്തൊരു ആഗ്രഹമായിരുന്നാലും അത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് ഈ ഒരു ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടനടി തന്നെ അതിൻ്റെ പൂർത്തീകരണം കാണുവാൻ കഴിയും. അതിനാൽ തന്നെ ഈ ഹംസ മഹാപുരുഷ രാജയോഗം സിദ്ധിക്കുന്ന ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായിരിക്കും. ഇനി രണ്ടാമതായി ഈ ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച ഹംസ മഹാപുരുഷ രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. മീനം രാശിക്കാരിൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വ്യക്തികളും മുന്നോട്ടുള്ള ഭാവിയെപ്പറ്റി ചിന്തിച്ച് അത്രയധികം മാനസിക സംഘർഷം അനുഭവിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന എന്തൊരു കാര്യം എടുത്തു നോക്കിയാലും അതെല്ലാം നിങ്ങൾക്ക് കാര്യതടസ്സങ്ങളായും പ്രതിസന്ധികളായും മാത്രമാണ് നിൽക്കുന്നത് എന്നതാണ് ഭൂരിഭാഗം വ്യക്തികളുടെയും അവസ്ഥ. മാത്രമല്ല ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പോലും ചെയ്തെടുക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി പോലും പല വ്യക്തികൾക്കും ഇല്ല. അതായത് സാമ്പത്തികമായി അത്രയധികം പ്രതിസന്ധികളാണ് നിങ്ങൾ നേരിടുന്നത്. ജീവിതത്തിൽ ഒരു നേട്ടമുണ്ടാക്കുവാനായി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് പരാജയമാണ്. ഇനി കുടുംബ ബന്ധങ്ങളുടെ കാര്യം എടുത്താലും വ്യക്തി ജീവിതത്തിലെ ചില ബന്ധങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം അത്രയധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ജീവിതത്തിൽ വളരെയധികം കഷ്ടകാലങ്ങളും ദുരിതങ്ങളും മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് ജീവിതത്തോടുള്ള പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകുവാനുള്ള ഏറ്റവും ഭാഗ്യകരമായ സമയമാണ് ഇത്. കാരണം ഈ ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച ഹംസ മഹാപുരുഷ രാജയോഗം സിദ്ധിക്കുന്നതോടെ
നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയും എന്നാൽ അതിൽ നിന്ന് വീണ്ടും ഒരു പുരോഗതി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചില മീനം രാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അത്തരത്തിൽ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മീനം രാശിക്കാർക്കൊക്കെ ഈ ഹംസ മഹാപുരുഷ രാജയോഗത്താൽ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ നേടിയെടുത്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ലാഭം കൈകളിൽ വരുന്ന അനുഭവമാണ് ഉണ്ടാകുവാൻ പോകുന്നത്. അതുകൂടാതെ മറ്റുള്ള കർമ്മ മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മീനം രാശിക്കാർക്കും ഇത് ഉന്നമനങ്ങളുടെ സമയമാണ്. അതായത് നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെയും നിങ്ങളുടെ തകർച്ച കാണുവാൻ ആഗ്രഹിച്ചവരുടെയും മുൻപിൽ തന്നെ പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി മീനം രാശിക്കാർക്ക് ആരോഗ്യപരമായും വളരെ മികച്ച ഒരു സമയമായിരിക്കും ഇത്. അതായത് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം മനസ്സ് തകർന്നിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികളുണ്ട്. ഇതിൽ തന്നെ ചില മീനം രാശിക്കാർക്കാണെങ്കിൽ വീട്ടിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും മാറി മാറി നിരന്തരം ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിലുപരി മനസമാധാനക്കേടിനും കാരണമാകുന്ന ഒന്നുകൂടിയാണ്. അങ്ങനെ പലപ്പോഴും ആരോഗ്യം മാത്രം ഉണ്ടെങ്കിൽ മതിയായിരുന്നു എന്നുവരെ ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആരോഗ്യം ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം മാനസികമായി സന്തോഷം അനുഭവപ്പെടുകയും ധനനഷ്ടങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ഇനി ഈ ഹംസ മഹാപുരുഷ രാജയോഗത്തിൻ്റെ ഏറ്റവും ഗുണകരമായ ഫലങ്ങളിലൊന്നായി മീനം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുവാൻ പോകുന്നത് മംഗല്യയോഗമായിരിക്കും. അതായത് വളരെ നാളുകളായി വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകാത്ത അവസ്ഥ നേരിട്ട് വന്നിരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് വിവാഹ തടസ്സങ്ങൾ നീങ്ങി ഉടനടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ തടസ്സങ്ങൾ വളരെയധികം അനുഭവിക്കുന്നതിനാൽ ഇനി ജീവിതം എന്താകുമെന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ അവരുടെ മാതാപിതാക്കളോ ആണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയത്ത് പൂർണ്ണമായും ഭാഗ്യം നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതുപോലെ മീനം രാശിക്കാർക്ക് ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള പുരോഗതിയും കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം തന്നെയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടമോ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനടി അത് നിങ്ങളുടെ ശത്രുക്കളുടെ കാതിൽ എത്തുന്നു. മാത്രമല്ല നിങ്ങളെ തകർക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനുമായി അവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ ചെറുതൊന്നുമല്ല. എന്നാൽ ഈ ഹംസ മഹാപുരുഷ രാജയോഗം നിങ്ങളിൽ ഭാഗ്യമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരായി ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയായിരുന്നാലും അത് അവർക്ക് തന്നെ തിരിച്ചടിയാവുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള നന്മകളും കാണുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാ വിധത്തിലും മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അധികരിക്കുകയും നിങ്ങളുടെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിഷ്പ്രയാസം നടന്നു കിട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് ഈ ഹംസ മഹാപുരുഷ രാജയോഗത്താൽ വന്നു ചേരുന്നത്. ഇനി മൂന്നാമതായി ഈ ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച ഹംസ മഹാപുരുഷ രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടുള്ളതിൽ 90% കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്നവയും നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾക്ക് കാരണമാകുന്നവയുമാണ്. അതായത് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ
ജീവിതത്തിൽ അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങളും ദുരിതങ്ങളും ചില്ലറയല്ല. പലപ്പോഴും ജീവിതത്തിൽ എല്ലാവരും ചുറ്റുമുണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോകേണ്ട അവസ്ഥയാണ് പലരും അനുഭവിക്കുന്നത്. അതായത് നിങ്ങൾ വളരെയധികം സഹായിച്ചവരും സ്നേഹിച്ചവരും പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ആവശ്യം വന്നപ്പോൾ സഹായത്തിനായോ ഒരു സമാധാന വാക്ക് പറയുവാനായോ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെയും നിന്ദിച്ചവരുടെയും മുൻപിൽ ഒരു ജീവിത നേട്ടം കൈവരിക്കുവാനായി നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. എന്നാൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ട് പോലും അതിന് തക്കതായ ഒരു ഉന്നമനം ജീവിതത്തിൽ ഉണ്ടാകാത്തതാണ് പലരുടെയും ആത്മവിശ്വാസം കെടുത്തുന്നത്. എന്നാൽ ഈ ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച നിങ്ങളിൽ സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്ന ഹംസമഹാപുരുഷ രാജയോഗം നിങ്ങളിൽ വരുത്തുവാൻ പോകുന്ന മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്ന പോസിറ്റീവായ അനുഭവങ്ങളും വളരെ വലുതായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായി ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ മനസ്സിൻ്റെ ചിന്താഗതി വരെ ഈ ഒരു സമയത്ത് മാറിമറിയും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യം നടക്കുമെന്നുള്ള ഒരു പോസിറ്റീവായ മനോഭാവം നിങ്ങളിൽ അധികമായി ഉണ്ടാവുകയും അത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന ആ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാതിരിക്കുക. മറിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ വളരെ പോസിറ്റീവായും വിശ്വാസത്തോടും കൂടി തന്നെ നടന്നു കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ചശക്തി നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നിങ്ങൾക്ക് നേടിത്തരിക തന്നെ ചെയ്യും. കാരണം അത്രയധികം ഭാഗ്യമായാണ് നിങ്ങളിൽ ഈ ഹംസമഹാപുരുഷ രാജയോഗം നിൽക്കുന്നത്. മാത്രമല്ല ഈ ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് നിങ്ങളെ വളരെയധികം അലട്ടിയിരുന്ന ചില സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അത്ഭുതകരമായ രീതിയിൽ ഒരു പരിഹാരം കാണുവാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. അതുകൂടാതെയും നിങ്ങൾ ഈ ഒരു ദിവസം ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ധനനേട്ടവും കാര്യവിജയവും മാത്രമായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൽ ചില ധനുരാശിക്കാർ ഈ ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ദൂരയാത്രകൾ ചെയ്യുവാനായി ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്ന യാത്രയിൽ നിന്ന് ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന സമയത്ത് ധനുരാശിക്കാർക്ക് പുനർപഠനം, വിവാഹം, വിദേശയാത്ര എന്നിങ്ങനെയുള്ള മേഖലകളിലും നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങി ഏറ്റവും ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാൻ കഴിയും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ആശങ്കയുടെയും ആവശ്യമില്ലാത്ത ഒരു സമയമാണ് ഇത്. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഭാഗ്യമാണ് ഈ ഹംസമഹാപുരുഷ രാജയോഗത്താൽ കൈവരുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഒട്ടനവധി നേട്ടങ്ങളാണ് ഈ ഹംസമഹാപുരുഷ രാജയോഗത്താൽ ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ചയോടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരിക എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.